ആദ്യമായിട്ട് എന്റെ ഹാരിയർ EV 10% താഴെ ബാറ്ററി പോയിരിക്കുകയാണ്. ഓക്കെ, 8%. ഇനി എനിക്ക് അറൗണ്ട് ഒരു 10-12 കിലോമീറ്റർ ഓടണം. 47 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ എക്കോ മോഡിലാണ് ഇവിടെ കണ്ട. യെസ്, നമ്മൾ എക്കോ മോഡിലാണ് പോകുന്നത്. നമ്മൾ ഇന്ന് മാത്രം 131 കിലോമീറ്റർ ഓടി കേട്ടോ. യെസ്, ലെറ്റ്സ് ഗോ, പോയേക്കാം. 8% ബാറ്ററിയിൽ എക്കോയിൽ 47 കിലോമീറ്ററും ആൻഡ് സിറ്റി ഇട്ട് കഴിഞ്ഞാൽ 46 കിലോമീറ്ററുമാണ് റേഞ്ച് പറയുന്നത്. ആൻഡ് ഇവിടെ താഴെ ഈ കാണുന്ന ഒരു ഓറഞ്ച് ലോഗോയും ഈ കാണുന്ന റെഡ് ലോഗോയുമാണ് കത്തിക്കിടക്കുന്നത്. 49% നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ജേണി 132 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. നമ്മൾ ഹൈ റേഞ്ച് കയറി, നല്ല ഇറക്കം ഉണ്ടായിരുന്നു, കുറച്ച് കറങ്ങി, ഡാമിന്റെ റൂട്ടൊക്കെ പോയി, ഇച്ചിരി കാട്ടിക്കൂടൊക്കെ പോയി. അത്യാവശ്യം നല്ല ഒരു ഫൺ ഡ്രൈവ് ആയിരുന്നു. ചുമ്മാ ഒറ്റ മൈൻഡിൽ ചുമ്മാ റൈഡ് പോയതാണ്. ഞാൻ എടുത്ത സമയത്ത് അറൗണ്ട് 200 കിലോമീറ്ററോ 191 കിലോമീറ്റർ ആയിരുന്നു റേഞ്ച് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബാലൻസ് 45 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. റീജനറേഷൻ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് കുറച്ചുകൂടെ റേഞ്ച് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് റേഞ്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നില്ല ഇതുവരെ, പക്ഷെ ഇപ്പൊ 8% ആയില്ലേ. 7% ഗൈസ്. 7%ത്തിൽ 39 കിലോമീറ്റർ ഓടും. അത്ര 6% ഗൈസ്. അങ്ങനെ 6%ത്തിൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സുഖമായിട്ട് എത്തുമെന്ന്. ആൻഡ് ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അത്ര വലിയ റിസ്ക് ഉള്ളതായിട്ട് കണ്ടുള്ള, അത്രയ്ക്ക് ദൂരമില്ലാത്തത് കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊണ്ടും വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ എത്തി. ഇവിടെ കേട്ടുന്ന ഇച്ചിരി ടാസ്ക് ആണ്, ചെറിയ വഴി ആയതുകൊണ്ട് മേജർ പ്രശ്നമാണ്. 360 ഇല്ലാതെ എവിടെ ഒട്ടും പട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. യൂണോ 360 ഉണ്ടെങ്കിൽ വളരെയധികം കൺവീനിയന്റ് ആണ് എന്ന് വേണം പറയാൻ. കാരണം മുറ്റം വളരെ കുറവാണ്. എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ, റേഞ്ച് അതായത് ലിമ്മോഡ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടി സ്ലോ ആവുന്ന പരിപാടിയിലോട്ട് പോകുമ്പോൾ ആക്സിലേറ്റർ ഭയങ്കര ഹാർഡ് ആവുന്നുണ്ട്. നമുക്ക് ആക്സിലേറ്റർ എക്കോയെക്കാട്ടിൽ ഹാർഡ് ആവുന്നുണ്ട്. ചവിട്ടുമ്പോൾ അതനുസരിച്ച് നീങ്ങുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഈ 85% ചാർജിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. 317 കിലോമീറ്റർ 85% നിന്ന് ഞാൻ ഓടിച്ച്. ആൻഡ് ഇന്നത്തെ ട്രിപ്പ് മാത്രം 139 കിലോമീറ്റർ ഓടി. അറൗണ്ട് 40%ന്ന് 140 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ വണ്ടി ഒന്ന് ചാർജ് ചെയ്യട്ടെ. ഇനി എത്ര സമയം എടുക്കും കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ യൂണിറ്റ് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലെങ്ത് ഉണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തുക. ജസ്റ്റ് മുകളിലോട്ട് ആക്കുക. QR എടുത്തിട്ട് ജസ്റ്റ് ഈ ബ്ലൂ കളർ കത്തി കഴിയുമ്പോഴത്തേക്ക് QR എടുത്ത് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പച്ച കളറാവും. ആൻഡ് വണ്ടിയിൽ ഇവിടെ ചാർജർ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടോ, ചാർജർ ആയിട്ടുണ്ട്. 6%ത്തിൽ നിന്നും 100% ആവാൻ 10 മണിക്കൂറും 45 മിനിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് 100% ആയിട്ട് നമ്മുടെ വണ്ടി കിട്ടും. കണ്ടോ, ഞാൻ പറയില്ലേ ചെറിയൊരു സ്ഥലം, അപ്പോൾ ഇങ്ങനെ കഞ്ചഷനായിട്ട് ഇങ്ങനെ കിടന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. അവിടെ നമ്മൾ ആ വോളിൽ ചാർജർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ചാർജർ ഇൻഡിക്കേഷൻ ഇങ്ങനെ കാണിക്കും. അത് നൈസാണ്. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇവിടെ കണ്ട പെർസെൻറ്റേജ് കണക്ക്